നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്ര കാര്യമായിട്ട് എന്താ ഈ പൊട്ടിക്കുന്നതെന്ന്. വേറെ ഒന്നുമല്ല, കുറച്ച് പ്ലാൻസ് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ്. ഇത് കൊണ്ടുവന്ന കൊറിയർ സർവീസുകാരനും എന്നോട് ചോദിച്ചു, പ്ലാൻസ് ഒക്കെയാണോ ഇങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തുന്നതെന്ന്. അതെ, ഞാൻ എന്ത് പറയാനാണ്, ഇതിനെന്ത് പേര് വിളിക്കണം എന്നെനിക്കറിയില്ല. ഇതെൻ്റെ വട്ടല്ല, എൻ്റെ ഭർത്താവിൻ്റെ വട്ടാണ്. ആൾ കഴിഞ്ഞ ദിവസം കുറച്ച് മീനായിരുന്നു ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നത്. അത് ഒരു ചെറിയ അക്വേറിയം ഉണ്ടായിരുന്നു, അതിനകത്ത് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് ഈ അക്വേറിയത്തിൽ ഇടാനുള്ളതല്ല. ഇപ്പം ആൾക്ക് ഫിഷ് ടാങ്ക് കെട്ടണം എന്നാണ് ആഗ്രഹം. അപ്പം ഈ ഫിഷ് ടാങ്ക് കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചെടികളെല്ലാം മേടിച്ച് അത് വളർത്തിയെടുക്കണം എന്നാണ് ഇപ്പോഴത്തെ വട്ട്. ദാ ഈ സാധനമല്ലേ ഈ നിൽക്കുന്നത്. എന്തിൻ്റെ ആവശ്യത്തിനാണെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഓർഡർ ചെയ്തത്. എന്തായാലും ഞാൻ ആദ്യമേ ആ കുഞ്ഞ് അക്വേറിയത്തിലൊന്ന് വെക്കാൻ നോക്കി. പിന്നീടാണ് ഓർത്തത് അതിന് വെള്ളത്തിൽ പൊങ്ങി വരാനാണ് ചാൻസ്, കാരണം അതിന് വെയിറ്റ് ഇല്ല. പിന്നീട് അതെടുത്ത് മാറ്റി. പിന്നെ അത് ശേഷം കവർ കൊണ്ട് കളയാനായിട്ട് നോക്കിയപ്പോൾ അത് അതിനകത്ത് ഇനിയിരിക്കുന്ന ചെടികൾ. അപ്പോൾ മൊത്തം കുഞ്ഞ് ചെടിച്ചട്ടികളായിട്ട് വരുന്നതായിട്ടുള്ള 6 സെറ്റ് ചെടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അതൊരു പായൽ പോലുള്ള ഒരു സെറ്റ് ചെടിയും അതിനകത്തുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ പാക്കിങ് വളരെ സൂപ്പറാണ്. കാരണം ഇത് വെള്ളം നനച്ച് നല്ല രീതിയിൽ ചെടി വാടാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പാക്കിങ് വളരെ നല്ലതാണ്. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ബേസിൻ വാങ്ങി ബേസിനുള്ളിൽ മണ്ണിട്ട് വെള്ളം ഒഴിച്ച് വളർത്തിയെടുക്കാനാണ് ആൾ ഉദ്ദേശിക്കുന്നത്.